ഹലോ മക്കളെ, പാരബോള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഈ പറയുന്നത്. y സ്ക്വയർ 2x ആണെങ്കിൽ എന്താണ് ബാക്കി പറയുന്ന 3 ക്വസ്റ്റൻസ്? നമുക്ക് ഓരോ നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് ഇവന്റെ ജനറൽ ഫോം ആണ്. y സ്ക്വയർ ഈക്വൽസ് 2x. നമുക്ക് എല്ലാവർക്കും അറിയാം y സ്ക്വയർ ഈക്വൽസ് 2x എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം മറ്റൊന്നുമല്ല y സ്ക്വയർ ഈക്വൽസ് 4ax ആണ്. കമ്പയർ ചെയ്യാം. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരോ അവനാണ് നമ്മുടെ 12. എക്സിന്റെ മുമ്പിലുള്ളവൻ ഇവിടെ ആരാണ്? എക്സിന്റെ മുമ്പിൽ അത് 4a ആണ്. സോ എക്സിന് മുമ്പിൽ 4a അഥവാ 4a ഈക്വൽസ് 12 എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. which implies a 3 ആണ്. a എന്ന് പറഞ്ഞാൽ അത് 12 divided by 4 it is same as 3. a 3 ആണ് കിട്ടി. ഇനി നോക്കണം, ഈ കാണുന്ന പാരബോളയുടെ ഫോക്കസ് ഏത് ആക്സിസിലായിരിക്കും? അതിനു വേണ്ടി നോക്കേണ്ടത് ഇവിടെ ഏതിന്റെ പവർ ആണ് 1? എക്സിന്റെ ആണോ വൈ ഡി ആണോ? എക്സിന്റെ പവർ 1. അതായത് പാരബോളയുടെ ആക്സിസ് എന്നായിരിക്കും. ആക്സിസ് എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല മക്കളെ, അത് എക്സ് ആക്സിസ് ആയിരിക്കും. സോ പാരബോളയുടെ ആക്സിസ് എക്സ് ആക്സിസ്. ഇത് ഇങ്ങനെ നിൽക്കുന്ന പാരബോളയ്ക്ക് ഉണ്ടാവാം. ഇതാണ് പാരബോള. യെസ്, എക്സ് ആക്സിസ്. ഇങ്ങനെയാവാം, ഇങ്ങനെയും ആവാം. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഇറ്റ് വിൽ ബി എ റൈറ്റ് ഹാൻഡഡ് പാരബോള. ഇതാണ് നമ്മുടെ പാരബോളയുടെ ഷേപ്പ് വരിക. കഴിഞ്ഞു. ഇതാണ് ഷേപ്പ്. ഫോക്കസ് എപ്പോഴും പാരബോളയുടെ ഉൾഭാഗത്തായിരിക്കും. ഇവിടെയാണ് നമുക്ക് ഫോക്കസ് ലൈ ചെയ്യുക. ആൻഡ് എക്സ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് അത് a,0 ആയിരിക്കും. എക്സ് ആക്സിൽ ഏതൊരു പോയിന്റും a,0 എന്നുള്ള ഫോർമാറ്റിൽ ആയിരിക്കും. സോ എയുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഇസ് സെയിം ആസ് 3. അതുകൊണ്ട് ഫോക്കസ് എന്താണ്? ഫോക്കസ് 3,0 ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് നമുക്കുള്ള വാല്യൂ ആരാണ്? എക്സ് കോർഡിനേറ്റ് അറിയാം. എക്സ് മാത്രമാണ് അറിയാവുന്നത്, എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു, എക്സ് കോർഡിനേറ്റ് അറിയാമെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവിടെയുള്ള നമ്പർ ഏതാണോ അതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ. ഫോക്കസ് നമുക്കറിയാം അത് 3,0 ആണ്. സോ ഈ കാണുന്ന 3യുടെ പോസിറ്റീവ് ആണ്. നേരെ ഓപ്പോസിറ്റ് എഴുതുക -3. സോ എക്സ് ഈക്വൽ ടു -3 അതാണ് നമ്മുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ വരുന്നത്. ആൻഡ് മൂന്നാമത്തെ ആള് ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം. ഫോർമുല അറിയാം, ഇറ്റ് ഇസ് സെയിം ആസ് 4a. സോ 4a ആണ് നമുക്ക് എന്ത് ആൻസർ വരുന്നത്? 4 into a. a എന്ന് പറഞ്ഞാൽ അത് 3 ആണെന്ന് അറിയാം. സോ 4 into 3 ദി ആൻസർ ഇസ് 12. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആക്സിസ്, ഈ കാണുന്ന പാരബോളയുടെ ആക്സിസ് എന്താണെന്ന് എല്ലാ മക്കളും കമന്റ് ബോക്സിൽ പറയുക. ആലോചിക്കുക ഏതിന്റെ പവറാണ് 1 എന്ന്. യെസ്, ഇവിടെ വൈയുടെ പവർ 1. ആലോചിക്കൂ ഏതാണ് ഈ കാണുന്ന പാരബോളയുടെ ആക്സിസ് എന്ന്. ബൈ.